രാമായണ മാസം ആരംഭിക്കുകയാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം വീടുകളിൽ രാമായണം വായിക്കുന്നതും പതിവാണ്. വായിക്കുന്തോറും മനസ്സിൽ പതിയുകയും വീണ്ടും വായിക്കാനുള്ള ആഗ്രഹം ജനിപ്പിക്കുന്നതുമാണ് രാമായണ പാരായണം. എന്നാൽ ഒരു വഴിപാട് പോലെ അല്ലെങ്കിൽ വായിക്കണമല്ലോ എന്ന് കരുതി രാമായണം വായിക്കുന്നത് മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെയുള്ളൂ. മനുഷ്യജീവിതത്തിന് ആവശ്യമായ പല ഉപദേശങ്ങളും ഓരോ ഭാഗങ്ങളിലും രാമായണത്തിൽ നമുക്ക് കാണാം. അതുകൂടെ മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ വളരെ ഉത്തമം. അധ്യാത്മ രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മനുഷ്യനായി അവതരിച്ച് നമുക്ക് ചില ജീവിത സന്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് എത്ര പ്രിയപ്പെട്ടവർക്കും കുടുംബാംഗങ്ങൾക്കും ദശരഥൻ ചെയ്തതുപോലെ ആവശ്യമില്ലാത്ത വാഗ്ദാനം ചെയ്യരുത്. കൈകേയി ആവശ്യപ്പെട്ടതനുസരിച്ച് കൊടുത്ത വാഗ്ദാനം പിന്നീടത്തേക്ക് മാറ്റിവെക്കരുത്. കൈകേയിക്ക് സംഭവിച്ചതുപോലെ വ്യക്തിയുടെ കൂട്ടുകെട്ട് വ്യക്തിയെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നു. ധർമ്മശാസ്ത്രം ലംഘിച്ചും സ്വന്തം പുത്രനെ രാജാവാക്കണമെന്ന സ്വാർത്ഥത വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനു തന്നെയും നഷ്ടം വരുത്തുന്നു. രാമൻ ചെയ്തതുപോലെ എല്ലാവരുടെയും ഉപദേശങ്ങൾ കേൾക്കണം, തീരുമാനം സ്വയം തന്നെ എടുക്കണം. ലക്ഷ്മണൻ ചെയ്തതുപോലെ ഏതു ദുഃഖത്തിലും സന്തോഷത്തിലും ജ്യേഷ്ഠാനുജന്മാർ സഹകരിക്കണം. എല്ലാ സുഖദുഃഖങ്ങളും സീതാരാമന്മാരെ പോലെ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ചനുഭവിക്കണം. തനിക്ക് അർഹതപ്പെടാത്തത് വേണ്ടെന്നു വയ്ക്കാനുള്ള മനസ്സ് ഭരതൻ പ്രദർശിപ്പിച്ചതുപോലെ നമുക്കുമുണ്ടാവണം. സുഖദുഃഖങ്ങൾ ജ്യേഷ്ഠാനുജന്മാർ കുടുംബാംഗങ്ങളും ഒരുമിച്ച് പങ്കുവയ്ക്കണം. 14 വർഷത്തെ വനവാസം പോലും ദൃഢനിശ്ചയത്തോടെ ഏറ്റെടുത്ത സീതാരാമലക്ഷ്മണന്മാരെ പോലെ ഏത് ദുർഘടമായ ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം. വസിഷ്ഠൻ ചെയ്തതുപോലെ അധ്യാപകർ എല്ലാ നന്മതിന്മകളെയും കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. മക്കൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം എത്ര സങ്കീർണമാണെങ്കിലും സുമിത്ര ചെയ്തതുപോലെ പ്രോത്സാഹിപ്പിച്ചനുഗ്രഹിക്കണം. ജീവൻ ത്യജിച്ചും താൻ ഏറ്റെടുത്ത യജ്ഞം നിറവേറ്റാൻ ശ്രമിക്കണമെന്ന് ജഡായുവിൻ്റെ ജീവൻ മരണ പോരാട്ടത്തിൽ നിന്നറിയണം. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ചിലപ്പോൾ സ്വാർത്ഥതയും അധർമ്മവും അത്യാഗ്രഹവും അയാളെയും കീഴ്പ്പെടുത്തുമെന്ന് രാവണൻ്റെ ജീവിതത്തിൽ നിന്നറിയണം. തെറ്റു ചെയ്ത ജ്യേഷ്ഠൻ്റെ കൂടെ അനുജൻ നിന്നാൽ ജ്യേഷ്ഠന് സംഭവിക്കുന്നത് പോലെ അനുജനും സംഭവിക്കുമെന്ന് കുംഭകർണൻ്റെ ജീവിതത്തിൽ നിന്ന് അറിയണം. ആവശ്യമില്ലാത്തതും അപകടകരമായതുമായ പലതും വേണമെന്ന് സീതാദേവി ശാഠ്യം പിടിച്ചതുപോലെ വാശി പിടിക്കരുത്. എല്ലാവർക്കും ലക്ഷ്മണരേഖയുണ്ട്. അത് കടന്നാൽ സീതാദേവിക്ക് സംഭവിച്ചത് അവർക്കും സംഭവിക്കുമെന്നോർക്കണം. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ കലഹിച്ചാൽ ബാലിക്ക് സംഭവിച്ചത് അവർക്കും സംഭവിക്കുമെന്നോർക്കണം. ഏതു പാവപ്പെട്ടവനും ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിച്ചാൽ ശബരിയെപ്പോലെ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുമെന്നോർക്കണം. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ച് ഏൽപ്പിക്കേണ്ട സമയത്ത് ഏൽപ്പിക്കേണ്ടവരെ അതേൽപ്പിക്കണമെന്ന് ഭരതനിൽ നിന്ന് പഠിക്കണം. ഈ ഭൂമിയിൽ വന്ന നമ്മൾ ശാശ്വതരല്ലെന്ന് ഓരോരുത്തർക്കും ചെയ്തു തീർക്കാനുള്ള ദൗത്യം കഴിഞ്ഞാൽ നാം എല്ലാം തിരിച്ചു പോകേണ്ടവരാണെന്നും സ്മരണയിലുണ്ടാകണം. പുരാണേതിഹാസങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പലതും നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്നവയാണെന്ന് ഓർക്കണം. പ്രാവർത്തികമാക്കിയാൽ മനസ്സിന് ശാന്തിയും ഭക്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്നു. മനസ്സിലെ അസൂയ, കുശുമ്പ്, വാശി, ദേഷ്യം, പക എന്നിവയെ അകറ്റി നിർത്താനും സാധിക്കുന്നു. രാമായണ മാസം ആരംഭിക്കുകയാണ്. ഭക്തിയോടെയും മനസ്സിലാക്കിയും പാരണ ചെയ്യുക. ജീവിതത്തിൽ ഏവർക്കും ഐശ്വര്യവും സമാധാനവും ആയുസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.